അയാൾ സിനിമയിൽ വിജയങ്ങളില്ലാതെ തോറ്റുപോയവനായിരുന്നു. തുടരെയുള്ള പരാജയങ്ങൾ അയാളിലെ നടന്റെ കഴിവിനൊപ്പം അഭിനയിച്ച സിനിമകൾ എങ്ങും എത്താതെ പോയി. തന്റെ ഉയരം കൊണ്ടും പരാജയ സിനിമകൾ കൊണ്ടും കളിയാക്കപ്പെട്ടപ്പോൾ ആരും തിരിച്ചറിഞ്ഞില്ല അയാൾ യഥാർത്ഥ ജീവിതത്തിലെ ഹീറോ ആയിരുന്നുവെന്ന്. അതും പരാജയങ്ങളില്ലാതെ തുടർച്ചയായ 15 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഹീറോ. ഇന്നയാളുടെ റിയൽ ഹീറോയിസത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടുകയാണ് കളിയാക്കിയവരും വിമർശിച്ചവരുമെല്ലാം. ആ മനുഷ്യൻ പഠിക്കാൻ സാഹചര്യമില്ലാത്ത തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയത് ഒരു ജീവിതവും ജോലിയും തന്നെയായിരുന്നു. 160 സീറ്റിൽ ആരംഭിച്ച കുട്ടികളുടെ പഠനം വർഷങ്ങൾക്കിപ്പുറം 6000-ലെത്തി നിൽക്കുന്നു. 2006-ലാണ് സൂര്യയുടെ അഗരം ഫൗണ്ടേഷൻ രൂപം കൊണ്ടത്. ഇന്ന് 15 വർഷങ്ങൾ പൂർത്തിയാക്കി. അഗരം ഫൗണ്ടേഷൻ വഴി പഠനം പൂർത്തിയാക്കിയ 51 വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടർമാരാണ്. 1800-ഓളം പേർ എഞ്ചിനീയർമാരും. അഗരത്തിൽ 60% പേരും പെൺകുട്ടികളാണെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായൊരു കാര്യം. പലരും രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി പെടാപ്പാട് പെടുമ്പോൾ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ തന്നെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് ഈ സമൂഹത്തിൽ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്ന ഇയാളെ പോലെയുള്ളവരല്ലേ ശരിക്കും രാഷ്ട്രീയത്തിൽ വരേണ്ടത്.